വൈറ്റ് ഹൗസ് വേൾഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈ വർഷം ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെയുള്ള ഒരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ന്യൂ ഇയറിൻ്റെ തലേ ദിവസമുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഇന്ന് ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും നമ്മളൊരു പരീക്ഷണം പോലെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ന്യൂ ഇയറിൻ്റെ തന്നെ ഒരു പരീക്ഷണം വേണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എങ്ങാനും പാളിപ്പോയാൽ പിന്നെ പോയില്ലേ. പക്ഷേ എങ്കിലും ഉണ്ടാക്കിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇത് ചിക്കൻ ഉണ്ടാക്കുകയാണ്. ചിക്കൻ ഇതിൽ ഉള്ളിയൊന്നും ഇടാതെ വെറും തക്കാളി മാത്രം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ഇട്ട് ഉള്ളിയൊന്നും വഴറ്റുകയോ ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് പണ്ട് കുറേ കൊല്ലം മുന്നേ ഉണ്ടാക്കിയതാണ്. അതിനേക്കാട്ടും ടേസ്റ്റ് ഇപ്പം തോന്നി. പിന്നെ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അല്ലേന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ച്, പിന്നെ അതോടൊപ്പം തന്നെ ക്യാരറ്റ് ബീൻസൊക്കെ ഒന്ന് വേവിച്ച് വെച്ചു. പിന്നെ ഇത് ക്യാപ്സിക്കം 3 തരവും പിന്നെ കേബേജ് അങ്ങനെയുള്ളതൊക്കെ എണ്ണയിൽ വഴറ്റി നെയ്യിൽ വഴറ്റിയെടുത്തതാണ്. ഇതിൽ ഈ ഞങ്ങൾ സോസൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഫ്രൈഡ് റൈസിൽ സോസ് ചേർക്കാതെ എങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കും. ഞങ്ങളങ്ങനെ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇത് ചിക്കൻ വേവിച്ചതാണ്. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നല്ലോണം എല്ലാത്തിലും ഇത്തിരി ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതുകൊണ്ട് എല്ലാത്തിലും ഒരു ഉപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ചോറ് വേവിച്ച് ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ തണിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്കിട്ടത്. അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ലേ. അപ്പോൾ ഇത് വെച്ച് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ സാധനങ്ങളും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഇതെത്തി പിന്നെ എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് അതെല്ലാം ഒന്ന് പിടിച്ച് എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി ഇന്നത്തെ ഭക്ഷണമെല്ലാം. എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടിയല്ലേ. പിന്നെ ഈ റൈസ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു, പല കളറിലായിട്ട്. പിന്നെ എന്നിരുന്നാലും ന്യൂ ഇയറിൽ അടിച്ച് പൊളിച്ചു. എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു.